ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് 134 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യമാണ്. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. 120 സങ്കീർത്തനം തുടങ്ങി 134 വരെയുള്ള ആ 15 സങ്കീർത്തനങ്ങളെ ആരോഹണ ഗീതങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൽ ചിലത് ദാവീദ് എഴുതിയതാണ്, ചിലത് ശലോമോൻ എഴുതിയതാണ്. എന്നാൽ ചില സങ്കീർത്തനങ്ങൾ ആരുടെയും പേരിലോ ചരിത്ര പശ്ചാത്തലങ്ങളോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഈ 134 സങ്കീർത്തനം ആരോഹണ ഗീതങ്ങളിൽ അവസാനത്തേതും 3 വാക്യങ്ങൾ മാത്രമുള്ളതുമാണ്. ഈ സങ്കീർത്തനത്തിൽ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യെരുശലേം ദേവാലയത്തിലേക്ക് ഇസ്രായേല്യ ഗോത്രങ്ങൾ അവർ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുവാൻ അവർ കടന്നു പോകുമ്പോൾ, അവർ കയറിപ്പോകുമ്പോൾ അവർ പാടുന്ന ഓരോ പാട്ടുകളാണ് ഈ ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാന പെരുന്നാളുകളുടെ വേളകളിൽ അവർ വിശുദ്ധ മന്ദിരത്തിലേക്ക് അവർ കൂട്ടം കൂട്ടമായി തീർത്ഥാടകരായി അവർ കയറിപ്പോകും. ആ കയറിപ്പോകുന്ന പോക്കുകളിൽ അവർ കടന്നു പോകുമ്പോൾ, അവർ നടന്നു പോകുമ്പോൾ ദൈവത്തെ പാടി ആരാധിച്ചുകൊണ്ട്, ദൈവത്തിന് സ്തോത്രഗീതങ്ങൾ പാടിക്കൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ കയറിപ്പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ ഹല്ലേലൂയ അതിൻ്റെ അവസാന വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയാണ്, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ആലയത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം പുരോഹിതന്മാർ, അല്ലെങ്കിൽ ആലയത്തിൽ കാവൽക്കാരായി നിൽക്കുന്നവർ, ആ കടന്നു പോകുന്ന തീർത്ഥാടകരെ അനുഗ്രഹിച്ചു പറയുന്ന ഒരു വാക്യമാണ് നാം ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്. അതിൻ്റെ 1 വാക്യത്തിൽ പറയുകയാണ്, അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പെരുന്നാളുകൾ കഴിഞ്ഞിട്ട് അവർ അവരുടെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവർ തിരിഞ്ഞു നിന്ന് ആലയത്തെ നോക്കിക്കൊണ്ട്, ആലയത്തിൽ നിൽക്കുന്ന ആ പുരോഹിതന്മാരെ നോക്കിക്കൊണ്ട് ഈ ജനം പറയാണ്, അല്ലയോ രാത്രികാലങ്ങളിൽ യാഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ ആലയത്തിന് കാവൽക്കാരായി നിൽക്കുന്ന ആ പുരോഹിതന്മാരെ നോക്കിക്കൊണ്ട് ജനം അവരോട് പറയാണ്, നിങ്ങൾ കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തണം, യഹോവയെ സ്തുതിക്കണം, യഹോവയെ മഹത്വപ്പെടുത്തണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും, നമ്മുടെ ജീവിതത്തിൻ്റെ രാത്രിയുടെ അനുഭവത്തിലായിരുന്നാലും പകലിൻ്റെ അനുഭവത്തിലായിരുന്നാലും ഏത് സമയത്തും നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിത്തീരണം. ദൈവത്തിങ്കിലേക്ക് നാം നമ്മുടെ കണ്ണുയർത്തുന്നവരായിത്തീരണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം, ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവം, ആ ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവം, നമ്മെ മെനഞ്ഞവനായ ദൈവം, ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 അധ്യായം അതിൻ്റെ 3 പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ
ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ കർത്താവിനെ നമുക്ക് വേണ്ടി തന്നത് പിതാവായ ദൈവമാണ്. മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആ പിതാവായ ദൈവം തൻ്റെ ഓമന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. ആ ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ആമേൻ, വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകളെ ഉയർത്തി നിങ്ങൾ യഹോവയെ സ്തുതിക്കുന്നവരായി തീരണം. നാം ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവരായി തീരണം. 121 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ അനുഗ്രഹവും നമ്മുടെ സഹായവും നമ്മുടെ സകലതും കടന്നു വരുന്നത് ആ സ്വർഗത്തെയും ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിങ്കിൽ നിന്നാണ്. നാം ആ ദൈവത്തിൻ്റെ മുഖത്തേക്കായിരിക്കണം നോക്കേണ്ടത്. നാം മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കരുത്. ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. 128 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സിയോനിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, ആയുഷ്കാലമൊക്കെയും യെരൂശലേമിൻ്റെ നന്മയെ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവം. ആ ദൈവത്തിൽ ആരാശ്രയിക്കുന്നു, ആ മുഖത്തേക്ക്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് ആര് നോക്കുവാൻ തയ്യാറാകുന്നോ അവരെ അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിപ്പാനായിട്ട് ഇടയായിത്തീരണം. സങ്കീർത്തനങ്ങൾ 124:8 പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. നമ്മുടെ സഹായം, നമ്മുടെ അനുഗ്രഹം, നമ്മുടെ സകലതും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയുടെ നാമത്തിലാണ്. ആ ദൈവത്തിൻ്റെ നാമത്തിൽ മാത്രമേ നമുക്ക് വിടുതലും അനുഗ്രഹവും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിലേതുള്ളതെല്ലാം മാറ്റപ്പെടുന്നതാണ്. ഈ ഭൂമിയിലേത് മുഴുവനും താൽക്കാലികമാണ്. ഇത് മുഴുവനും മാഞ്ഞു പോകുന്നതാണ്. ഈ ഭൂമി കൊണ്ട് തീർന്നു പോകുന്നതാണ്. എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമുണ്ടല്ലോ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലുമാണ് ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നാം നോക്കുവാനായിട്ട് ഇടയായിത്തീരണം. സങ്കീർത്തനങ്ങൾ 146 5-6 വാക്യങ്ങൾ പറയുകയാണ്, യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ യാക്കോബിൻ്റെ ദൈവം സഹായമായി എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. യാക്കോബിൻ്റെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഹാലിലോ ശക്തനായ ദൈവമാണ്. ആ ദൈവമുഖത്തേക്ക് നാം നോക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. സിയോനിൽ നിന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കും. നാം യെരൂശലേമിൻ്റെ നന്മയെ പ്രാപിപ്പാൻ ഇടയായിത്തീരും. നാം സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 6 അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ അഹരോനോടും അവൻ്റെ പുത്രന്മാരോടും പറയണം, നിങ്ങൾ ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. പുരോഹിതന്മാർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചിങ്ങനെയാണ് പറയുന്നത്, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മെ അനുഗ്രഹിക്കുന്നതും നമ്മെ കാക്കുന്നതും നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുന്നതും ദൈവത്തിൻ്റെ തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി
ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്നതും നമുക്ക് സമാധാനം തരുന്നതുമെല്ലാം നമ്മുടെ ദൈവമാണ്. ആരവൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുവാൻ തയ്യാറാകുന്നുവോ അവരെ അനുഗ്രഹിച്ച് നന്മ കൊണ്ട് അലങ്കരിച്ച് മറ്റുള്ളവർ മുമ്പിൽ അവൻ്റെ തലയെ ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവമാണ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുന്നതെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്. നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് 34 സങ്കീർത്തനത്തിൽ പറഞ്ഞത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അവങ്കിലേക്ക് നോക്കുവാൻ തയ്യാറായാൽ ഈ തീർത്ഥാടകരായ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് കടന്നു വന്നവരെല്ലാം ദൈവമുഖത്തേക്ക് നോക്കി അവർ ദൈവാലയത്തിൽ കടന്നു വന്നിട്ട് ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവർ മടങ്ങിപ്പോകുമ്പോൾ അവരാ പുരോഹിതന്മാരോട് പറയാണ്, നിങ്ങൾ ആലയത്തിൻ്റെ കാവൽക്കാരായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ രാത്രികാലങ്ങൾ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന മക്കളാണ്. നിങ്ങൾ യഹോവയെ വാഴ്ത്തുവാനിടയായി തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം യഹോവയെ സ്തുതിക്കുന്നവരായിത്തീരണം. ദൈവമുഖത്തേക്ക് നോക്കുന്നവരായിത്തീരണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിത്തീരണം. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അതുകൊണ്ട് ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്താം. നമുക്ക് ആ കർത്താവിൻ്റെ കൂടെ ഇരിക്കാം, കർത്താവിൻ്റെ കൂടെ നടക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഉയരണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.